കുഞ്ഞിനെ ഇന്നലെ കാണാതായി എന്ന് രാവിലെ നമ്മൾ സാജിദ് അടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോഴും എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകും, സുരക്ഷിതമായി സുഹാനെ തിരികെ കിട്ടും എന്ന പ്രതീക്ഷയിലായിരുന്നു നാടും. യെസ്, ആ നാടിന്റെ ആകെ പ്രതീക്ഷയറ്റു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് സുഹാന്റെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു എന്ന് ഉറപ്പില്ല, പക്ഷേ അതിനുള്ള ഒരു സാധ്യതകൾ തന്നെയാണ് പറയുന്നത്. കുടുംബാംഗങ്ങൾക്ക് വേണമെങ്കിൽ മൃതദേഹം സുഹാന്റെ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാമല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇട്ട ഡ്രസ്സുകളൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായും മാതാപിതാക്കൾക്ക് അറിയാമല്ലോ. ആ രീതിയിൽ നമുക്ക് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ മൃതദേഹം സുഹാന്റെ തന്നെയാണെന്ന്? ഇന്നലെ ഇട്ട അതേ വസ്ത്രങ്ങൾ തന്നെയാണ് ആ കുഞ്ഞിന്റെ അടുത്ത ബന്ധുക്കളും അയൽവാസികളായ ആളുകളും ഉണ്ട്. അവരും ഈ കുഞ്ഞ് തന്നെയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ഈ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെതാണ് എന്ന് തന്നെയാണ് വേണം അനുമാനിക്കാൻ. അത്തരം ഒരു വിവരം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. തൊട്ട് അടുത്ത് അയൽവാസിയായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. അവരും നമ്മോട് ആ കുട്ടി തന്നെയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഏറ്റവും ഈ കുട്ടിയുടെ മുത്തശ്ശിമാരുമായി ഞാൻ സംസാരിച്ചിരുന്നു. കുട്ടിയുടെ അമ്മയുടെ അമ്മയും അച്ഛൻ്റെ അമ്മയുമായി ഒക്കെ ബന്ധപ്പെട്ട് അവർ പറയുന്നത് ഈ കുറച്ച് 6 മാസം മുൻപാണ് ഈ കുഞ്ഞിന്റെ പിതാവ് ഗൾഫിൽ നിന്ന് മടങ്ങിയത്. അതിനുശേഷം ഏതാണ്ട് ആ പിതാവിന്റെ പ്രായമുള്ള ആളുകളെ, അതായത് എന്നോട് പറഞ്ഞത് നിങ്ങളുടെയൊക്കെ പ്രായമുള്ള ആളുകളെ കാണുകയാണെങ്കിൽ കുട്ടി ഓടിപ്പോയി ഈ കെട്ടിപ്പിടിച്ച് അവരുടെ കൂടെ ബൈക്കിലെല്ലാം കറങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ പിതാവിനെ ഈ കാണാൻ വലിയ രീതിയിൽ കൊതിച്ച പിതാവ് 6 മാസം മുൻപ് ഗൾഫിലേക്ക് പോയതിനു ശേഷം ഏതാണ്ട് ആ പ്രായമുള്ള ആളുകളെ കാണുമ്പോൾ വലിയ ഈ സ്നേഹവും അടുപ്പവും ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അങ്ങനെ ആരുടെയെങ്കിലും കൂടെ ഈ പോയിട്ടുണ്ടോ എന്നൊരു ആശങ്ക അവർ നമ്മോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും എല്ലാ ഈ ചോദ്യങ്ങൾക്കും വിരാമമായി കൊണ്ട് കുഞ്ഞിന്റെ മൃതദേഹമാണ്